ഇന്ന് കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻസാണ് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ലുക്കുള്ള കേക്കുകൾ തന്നെയാണ് എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. കസ്റ്റമർ എനിക്ക് മോഡൽ അയച്ചു തന്ന സമയത്ത് ഞാനത് ആനിവേഴ്സറി ആണെന്നാണ് പെട്ടെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ കൂടുതൽ ഈ കലണ്ടർ തീം ചെയ്യുന്നത് ആനിവേഴ്സറിക്ക് ആയിരിക്കും. പക്ഷേ ഇതെനിക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിൽ ഇതേപോലെ കലണ്ടർ കട്ട് ചെയ്ത് ഒരു ടിന്നിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പൊടിയെല്ലാം ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം കേക്കിലേക്ക് വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ഞാനത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് ഫോണ്ടൻറ്റിൽ തന്നെയാണ് പേരെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആദ്യം വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് ആ കലണ്ടർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഫോണ്ടൻറ്റ് നല്ലോണം ഒന്ന് പരത്തി കട്ട് ചെയ്തതിന് ശേഷം ഓരോ ഡേറ്റും കറക്റ്റായിട്ട് നോക്കി, അതായത് നമ്മൾ ആ മാസത്തെ ഏത് മാസത്തെ ഡേറ്റാണോ നമുക്ക് തരുന്നത് ആ മാസത്തെ കലണ്ടർ എടുത്ത് കൃത്യമായിട്ട് നോക്കിയാണ് എഴുതാൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡേറ്റ് തെറ്റിപ്പോവും. അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഡേറ്റൊക്കെ എഴുതി കൊടുക്കുന്ന സമയത്ത് വളഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ എഴുതി കൊടുക്കാൻ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ പോലെ കൊടുത്തിട്ട് എഴുതി കൊടുത്താൽ ഒന്ന് കോളമാക്കി കൊടുക്കുക. അതായത് ഓരോ കോളത്തിനകത്തായിരിക്കും നമ്മൾ ഓരോ ഡേറ്റും എഴുതുന്നത്. അങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഒരു അടയാളപ്പെടുത്തൽ ഇങ്ങനെ കൊടുത്തതിന് ശേഷം അതിൽ എഴുതി കൊടുത്താൽ കറക്റ്റായിട്ട് വളയാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ഞാനിത് എഴുതി കൊടുത്തിട്ടുള്ളത്. ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഈ പേരും കലണ്ടറും ഒക്കെ എഴുതി കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ജെൽ കളർ ഉണ്ടല്ലോ, അതിലൊന്ന് ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എഴുതി കൊടുത്താൽ മതി. ഒരുപാട് കളറായി പോകരുതേ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. ജസ്റ്റ് അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് തേച്ചതിന് ശേഷം നമുക്കറിയാമല്ലോ അത് കറക്റ്റ് ആ ഒരു ലെറ്റർ വരാൻ വേണ്ടി മാത്രം ഉള്ളത് മതി. അപ്പോൾ അത് കണക്കാക്കി എഴുതി കൊടുക്കണം. നമ്മളിങ്ങനെ കളറിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാടായിപ്പോയാൽ അത് വൃത്തികേടായിപ്പോവും, സ്പ്രെഡാവും, പിന്നെ അത് ഒരു വല്ലാത്തൊരു ഇതായിപ്പോവും, പിന്നെ നമുക്ക് ആ ഫോണ്ടൻറ്റ് യൂസ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ കളറിൻ്റെ അടപ്പുണ്ടല്ലോ അതിൽ ഇരിക്കുന്ന കളർ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് എഴുതിയാലും മതി. എന്നിട്ട് ഇതേപോലെ ഫ്ലവർ എനിക്ക് മോഡൽ തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിനകത്ത് 3 ഫ്ലവറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 2 വെച്ചപ്പോൾ തന്നെ ഒരു അവിടുത്തെ ആ സ്പേസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി വെക്കുന്ന സമയത്ത് ആ ഒരു കലണ്ടറിൻ്റെ ഒരു വശം അങ്ങനെ മറയും. അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് മാറ്റിയതിന് ശേഷം 2 വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബർത്ത്ഡേ ഡേറ്റ് ഞാൻ അവിടെ ഡേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെറിയൊരു ഹാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വെള്ളം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അതവിടെ ഒട്ടിച്ച് വെച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഡേറ്റ് എഴുതി കൊടുത്തിട്ടില്ലായിരുന്നേ. എന്നിട്ട് ബാക്കിയും കുറച്ച് ഹാർട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഫുള്ളായിട്ട് കേക്കിൻ്റെ സൈഡിലും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ കട്ടർ ഉണ്ടായിരുന്നില്ല. ഫോണ്ടൻ്റെ ഇങ്ങനെ ഈ ഹാർട്ടിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടല്ലോ, ആ കട്ടർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്തതിൽ കുറച്ച് ഇതേപോലെ ചെറിയ ഹാർട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അതെല്ലാം കട്ട് ചെയ്ത് ഇതേപോലെ വെച്ച് കൊടുക്കാമെന്ന്. പിന്നെ എനിക്ക് തോന്നി ബാക്കി പേരെഴുതിയിട്ടുള്ളതും പിന്നെ നമ്മൾ കലണ്ടർ ചെയ്തിട്ടുള്ളതും എല്ലാം ഫോണ്ടൻ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ പ്രിൻ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പ്രിൻറ്റിനെ കട്ട് ചെയ്തെടുത്തിട്ട് അതേ അളവിൽ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് അത് കൈ കൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തതല്ല, അതിങ്ങനെ നൈഫും കത്രികയൊക്കെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഫുള്ളും. 2-3 കേക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലാം കട്ടർ ഇല്ലാതെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അന്ന് കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് കുറേ ടൈം എടുത്ത് ഞാനത് കട്ട് ചെയ്തെടുക്കാൻ. കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്, അത് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല. അതുകൊണ്ട് ഞാൻ ഫോണ്ടൻറ്റിൻ്റെ ടൂൾസൊന്നും ഞാൻ അധികം ഒന്നും വാങ്ങിച്ചു വെച്ചില്ല. ഇതേപോലെ കട്ടറൊന്നും ഞാൻ ഒരുപാടൊന്നും വാങ്ങിച്ചു വെച്ചിട്ടില്ല. എന്തായാലും വാങ്ങണം. അപ്പോൾ ഞാനിതെല്ലാം ഇതേപോലെ കൈ കൊണ്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. എന്നിട്ട് അതെല്ലാം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണ്ടൻറ്റിൽ ലെറ്റർ കട്ടർ ഉണ്ടല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ആ മെയ് എന്നുള്ളത് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു. ഡേറ്റ് ഇങ്ങനെ ഡേറ്റല്ല മന്ത് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഈ ഹാർട്ടെല്ലാം ഞാൻ കൈ കൊണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. നല്ല കുറേ ടൈം എടുത്ത് ഞാൻ അതിരുന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിങ്ങനെ ഒന്നാമത് അത് ചെറുതും കൂടെയല്ലേ, കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് പോവാം. ഇത് കുറച്ചേ ഉള്ളൂ, അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതെല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഒക്കെ ഇട്ടിട്ട് കേക്കൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ ഈ കലണ്ടർ തീം ചെയ്തതിന് ശേഷമാണ് എനിക്ക് അതിൻ്റെ ഓർഡർ വരുന്നത്. അത് പെട്ടെന്ന് കൊടുക്കാനുള്ളതായിരുന്നേ. അപ്പോൾ ഞാൻ ആ ഒരു കേക്ക് ചെയ്തതിൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ മോഡൽ ഇതിനും നല്ലതായിരിക്കും, കാരണം നിക്കാഹ് ആനിവേഴ്സറി അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ആ മോഡൽ തന്നെയാണ് ഇതിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നേരത്തെ ഒരു ഫ്ലവർ ബാലൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതവിടെ തന്നെ ഇരിപ്പുണ്ട്.
എന്നിട്ട് ഞാൻ ഇതേപോലെ കേക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. കാരണം ഒന്ന് സെറ്റായി വരണമല്ലോ, നമുക്ക് ടൈം അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതേപോലെ ഫോണ്ടൻറ്റിൽ നേരത്തെ ചെയ്തതുപോലെ നിക്കാഹ് ആനിവേഴ്സറി എന്നുള്ളതും പേരുമൊക്കെ ഫോണ്ടൻറ്റിൽ നീളത്തിലൊന്ന് എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ ഫോണ്ടൻറ്റിൽ തന്നെയാണ് ഇതേപോലെ കലണ്ടർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ ബാലൻസ് ഫ്ലവർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഫ്ലവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് രണ്ട് മൂന്ന് വൈറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നു, ഒരു വലുത് വൈറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മാത്രമേ റെഡ് ഉള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ആ ഒരു ചെറിയ വൈറ്റ് ഫ്ലവർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് ഞാൻ നമ്മുടെ ഡസ്റ്റ് ഉണ്ടല്ലോ, റെഡ് കളർ ഡസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കി. അപ്പോൾ കറക്റ്റ് റെഡ് കിട്ടുകയാണെങ്കിൽ ഒരു കുഞ്ഞ് റെഡും ഒരു വലിയ റെഡും ഇരിക്കട്ടെ, ഫ്ലവർ ഇരിക്കട്ടെ. പിന്നെ ഒരു വൈറ്റിൻ്റെ വലുതും ഉണ്ടായിരുന്നു, വൈറ്റിൻ്റെ തന്നെ ചെറുതും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് അതിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ മറ്റേ ഫ്ലവറിൻ്റെ അത്രയും റെഡ് കളർ കിട്ടാതെ ഒരു മങ്ങലുള്ള റെഡായിരുന്നു കേട്ടോ അതിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ അതും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കസ്റ്റമർക്ക് പ്രത്യേകിച്ച് ഡിസൈനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ചെയ്ത് കൊടുത്താലും അല്ല ആ ഫ്ലവറിൽ അങ്ങനെ കളറൊക്കെ കുറഞ്ഞു പോയി എന്നുള്ള ഒരു കംപ്ലയിൻ്റ് ഒന്നും അങ്ങനെ വരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലും ഇതേപോലെ ആ ഡേറ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ ഒരു കുഞ്ഞ് ഹാർട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗങ്ങളിലും അതേപോലെ വീണ്ടും ഞാൻ ഫോണ്ടൻറ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ആ ഒരു കുറേ സമയം എടുത്ത് ഇരുന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഫുള്ളായിട്ട് അതിലേക്കും അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോർഡറിൽ ഇതേപോലെ റിബൺ ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കൊടുത്തപ്പോഴത്തേക്കും കേക്ക് നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിന്നെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് ½ kg ആയിരുന്നു. അത് ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മകൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതൊരു സിമ്പിൾ ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ചുറ്റിനും ഫ്ലവർ കൊടുത്തിട്ട് സെൻറ്ററിൽ പേരും കൂടി എഴുതി കൊടുത്തിട്ട് ബോർഡർ ഡിസൈനും കൂടി ഒരു സിമ്പിളായിട്ടൊന്ന് കൊടുത്തിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു ആ കേക്ക്. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ സ്റ്റെമ്മ് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൗൺ കളർ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ ഫ്ലവർ കൊടുക്കുന്നത് യെല്ലോ കളറിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു യെല്ലോ വെച്ചിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുത്തറിയിക്കില്ല, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രൗൺ വെച്ചിട്ട് എഴുതി. ആദ്യം ഞാൻ വിചാരിച്ചു വേറൊരു കളർ കൊടുക്കാമെന്ന്, പക്ഷേ എനിക്ക് അതിനേക്കാളും ഈ ബ്രൗൺ കൊടുത്താൽ മതി, എന്തായാലും അത് മിക്സ് ചെയ്ത് വെച്ചേക്കല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ബ്രൗൺ കൊണ്ട് തന്നെയാണ് പേരെഴുതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ സ്റ്റെമ്മും വരച്ച് ആദ്യം പേരെഴുതി കൊടുത്തത് ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് ഫ്ലവർ കൊടുക്കാമല്ലോ. അല്ലാതെ നമ്മൾ ഫ്ലവർ കൊടുത്തതിന് ശേഷം ചിലപ്പോൾ എഴുതി കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാറ്റർ കുറച്ച് നീളത്തിലുള്ളതൊക്കെ ആണെങ്കിൽ സ്പേസ് കിട്ടാതെ വരും. അത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ പിന്നെ അതും ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് എഴുതാനുള്ളതാണെങ്കിൽ ആദ്യം കേക്കിലേക്ക് അത് എഴുതി കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തതിന് ശേഷം ബാക്കി മുട്ടുണ്ടല്ലോ അതും കൂടി ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ നോസിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊരു മുട്ട പോലെ കൊടുത്തു. പക്ഷേ അത് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ വീണ്ടും വലുതായിട്ട് തന്നെ ഫ്ലവറും കൊടുത്ത് അവിടെ അങ്ങ് ആ ഒരു ഡാമേജ് വന്നല്ലോ അതങ്ങ് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു ബോർഡർ ഡിസൈനും കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടപ്പോൾ അത് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഒരു ½ kg വാഞ്ചോ കേക്കായിരുന്നു.
അപ്പോൾ അത് നേരത്തെ തന്നെ കേക്ക് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗനാഷ് ഒഴിച്ചിട്ടാണ് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കേക്ക് നല്ല തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി പോകും. അതുകൊണ്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചോക്ലേറ്റ് മാത്രമായിട്ട് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതല്ല, ഗനാഷാണ് റെഡിയാക്കിയിട്ടുള്ളത്, അതായത് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ, അതായത് നമ്മുടെ തണുത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കേക്കിലങ്ങ് സെറ്റായി പോവും. അത് ഒഴിച്ച് ഒന്ന് പെട്ടെന്ന് തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചൊന്ന് സെറ്റാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡാർക്ക് ചോക്ലേറ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് പിന്നെ നമ്മളിങ്ങനെ അതിങ്ങനെ വരച്ചു കൊടുക്കുമല്ലോ, ആ കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഒരുമാതിരി ഒരു കേക്കിൽ നിന്ന് വിട്ട് നിൽക്കുന്ന പോലെ അതിങ്ങനെ മാറി മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ ആവാതെ 2 ചോക്ലേറ്റ് മാത്രം മിക്സായി വരണം, അല്ലാതെ കേക്കും കൂടി മിക്സായി വരരുത്. അത് ശ്രദ്ധിച്ച് വേണം പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സ്പൂൺ കൊണ്ട് ഞാൻ ജസ്റ്റ് ലൈൻ പോലെ വരച്ചു കൊടുത്തിട്ട് നമുക്ക് പേനയുടെ അടപ്പുണ്ടല്ലോ, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടായാലും മതി, അങ്ങനെ ഒന്നിങ്ങനെ വരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ തന്നെ ഒരു ഡിസൈനായി കിട്ടും. ഇവിടെ ഞാൻ ഫോണ്ടൻറ്റിൻ്റെ ഒരു ടൂളുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, ഇതൊക്കെ വാങ്ങുന്നതിന് മുന്നേയും ഞാൻ ഈ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ സ്ക്വയറോ പിന്നെ പേനയുടെ അടപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് പേനയുടെ ബാക്ക് സൈഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാമേ. പിന്നെ ഈ കേക്കിലൊന്നും എഴുതാനുണ്ടായിരുന്നില്ല. അതിൽ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതിൽ 2 ചോക്ലേറ്റ് ഡെക്കറേഷൻ, 3-4 ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 അതേ മോഡൽ തന്നെയായിരുന്നു. അതായത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു. അത് കയ്യിലെടുത്ത സമയത്ത് 2 ഒരേപോലെ തന്നെ അതിനകത്ത് വെച്ച് കൊടുത്തിട്ട്, പക്ഷേ കറക്റ്റ് അതാണ് ഇരിക്കുന്നതെന്ന് കാണാൻ പറ്റാത്തൊരു ഡിസൈനായിരുന്നു. ഇതാണ് കേട്ടോ, ഞാൻ അങ്ങനെ ഇങ്ങനെ കുത്തി നിർത്തി കൊടുത്തിട്ടില്ല. അതും അതിൻ്റെ മുകളിലുള്ള ഡിസൈനും ഒരേപോലെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ വർക്ക് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നും പറയുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻ്റായിട്ടും കൂടി അറിയിക്കാൻ മറന്നു പോകരുതേ.